ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ആണ് GFRP. അത് ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? GFRP ഇപ്പം കേരളത്തിൽ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടില്ല, പക്ഷെ കേരളത്തിൽ ചെറിയ രീതിയിൽ അതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത്, അതായത് ഇന്ത്യയിൽ നോർത്ത് ഭാഗത്തൊക്കെ അതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെത്. ഇപ്പം പറഞ്ഞ മാതിരി ഈ പറഞ്ഞ GFRP എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് പോളിമർ GFRP. ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഡക്ടൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയേ ഇല്ല. അപ്പോൾ പാവം ചോദിച്ച അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇഷ്യൂലേക്ക് തന്നെ തിരിച്ചെത്തി. സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ആർ യു ഗോയിങ് ടു ബെൻഡ് ഇറ്റ്, ലൈക്ക് ഹൗ ആർ യു ഗോയിങ് ടു ലൈക്ക് കട്ടിങ് ഇസ് ഈസി, ബെൻഡ് എങ്ങനെ ചെയ്യും? ഈ ബെൻഡ് ചെയ്യാന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലാത്തൊരു മെറ്റീരിയൽ ഇന്ന് കേരളത്തിലൊരു വീടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സമയത്ത് നമുക്കത് എഗെയിൻസ്റ്റ് ഓർഡർ നിങ്ങൾ എത്ര ബെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്താലും കമ്പനി ഈസ് റെഡി ടു പ്രൊവൈഡ്. ബട്ട് എന്നാലും there is a situation scenario, but again you have to wait for, like പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, സോ യു ഹാവ് ടു ഗിവ് ദി ഓർഡർ, വെയിറ്റ് ഫോർ ഇറ്റ്. ഇത് പോസിബിൾ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ GFRPയും അതുപോലെ തന്നെ എപ്പോക്സിയിൽ പറഞ്ഞതുപോലെ പാലങ്ങൾക്ക് ദേ നോ ദ ഡിസൈൻ, ദേ നോ ദ പാറ്റേൺ, സോ ദേ ഗിവ് ദ ഡിസൈൻ ആൻഡ് പാറ്റേൺ, റിങ്, അങ്ങനെ പല പാറ്റേൺസിലെല്ലാം തന്നിട്ട് വി കട്ട് in that shape, we do the epoxy coating and we give it. Correct. Okay. അപ്പോൾ അവിടെ കട്ടിങ്ങിന് ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ there is a percentage of chance എവിടെയെങ്കിലും they might have to do that, ആ കട്ടിങ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ GFRP പറയുമെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് വെരി മച്ച് ന്യൂ ടു ദ മാർക്കറ്റ്. ഇനി അത് ഉപയോഗിക്കാൻ തന്നെ ഒരുപാട്, അതായത് നമ്മൾ ഏത് സ്ഥലത്താണ് അതിൻ്റെ ആവശ്യമെന്ന് കൂടുതൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. GFRP എവിടെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളത്.